പ്രീതികാർത്ത സുഹൃത്തുക്കളെ, എൻട്രിയിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ് സാർ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്നാം ലോക മഹായുദ്ധം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ? അതിന്റെ ബാക്കിയാണ് നമ്മൾ ഇന്നേ ദിവസം പഠിക്കുക. ലോകമഹായുദ്ധത്തിന് കാരണം സാമ്രാജ്യത്വമാണെന്നും സാമ്രാജ്യത്വത്തിന്റെ ഫലമായി രൂപം കൊണ്ട തീവ്ര വംശീയ അഥവാ തീവ്ര ദേശീയ പ്രസ്ഥാനങ്ങളുമാണെന്ന് നമ്മൾ പഠിച്ചിരുന്നു അല്ലെ? അപ്പൊ യൂറോപ്പില് ഈ സാമ്രാജ്യത്വത്തിന്റെ ഭാഗമായി ഉടലെടുത്ത തീവ്ര ദേശീയ പ്രസ്ഥാനങ്ങൾ കാരണം എപ്പോൾ വേണമെങ്കിലും സംഘട്ടനം ഉണ്ടാകാം എന്നൊരു കാഴ്ചപ്പാട് നിലനിൽക്കുകയാണ് അല്ലെ? യെസ്, നമുക്ക് ആരംഭിക്കാം. ഒന്നാം ലോക മഹായുദ്ധം ഉണ്ടാകാനുള്ള പ്രധാന കാരണം ആ പൊട്ടിപ്പുറപ്പെടാൻ, അതായത് തീവ്ര വംശീയ പ്രസ്ഥാനം ഉള്ളതുകൊണ്ട് പരസ്പരം ഇവർ എപ്പോഴും കടിച്ചാൽ കണ്ടാൽ കടിച്ചു കീറുന്ന രീതിയിൽ നിൽക്കുകയാണ് അല്ലെ? ആ തീപ്പൊരിയാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. തീപ്പൊരി ആളിക്കത്താൻ കാരണമായ സംഭവം. ഓസ്ട്രിയൻ കിരീടാവകാശിയായ ആർച്ച് ഡ്യൂക്ക് ഫ്രാൻസിസ് ഫെർഡിനൻഡും പത്നി സോഫിയയും വധിക്കപ്പെട്ടു. ആർച്ച് ഡ്യൂക്ക് ഫ്രാൻസിസ് ഫെർഡിനൻഡും പത്നി സോഫിയയും വധിക്കപ്പെട്ടു. എന്നാ വധിക്കപ്പെട്ടെ? 1914 ജൂൺ 28. ആരുടെ കിരീടാവകാശിയ? ഓസ്ട്രിയയുടെ കിരീടാവകാശി. ഓസ്ട്രിയയുമായി ഓസ്ട്രിയ എന്ന രാജ്യത്തെ വംശജരെ ഏകീകരിക്കാൻ ശ്രമിക്കുന്ന ആരാ? ജർമ്മനി അല്ലെ? പാൻ ജർമ്മൻ പ്രസ്ഥാനം. പാൻ ജർമ്മൻ പ്രസ്ഥാനത്തിന്റെ ഭാഗമാണ് ഓസ്ട്രിയ. അപ്പോ ഈ ഓസ്ട്രിയ പ്രധാനമായും ശത്രുവായി കണക്കാക്കുന്ന ആരെ? സെർബിയയെ അല്ലെ? അപ്പോ ഓസ്ട്രിയൻ കിരീടാവകാശിയായ ആർച്ച് ഡ്യൂക്ക് ഫ്രാൻസിസ് ഫെർഡിനൻഡും ഭാര്യ സോഫിയയും കൊല്ലപ്പെട്ടു അല്ലെങ്കിൽ വധിക്കപ്പെട്ടത് 1914 ജൂൺ 28. അപ്പൊ സ്വാഭാവികമായിട്ടും ഓസ്ട്രിയൻ കിരീടാവകാശി മരിച്ചതിന് കാരണം സെർബിയ എന്ന് ചിന്തിക്കാനുള്ള സാധ്യതയില്ലേ? ഉണ്ട്. ഇവര് കൊല്ലപ്പെടുന്നത് ബോസ്നിയൻ തലസ്ഥാനമായ സരായോവിൽ വെച്ചാണ്. നമ്മള് സരായേവോ എന്ന് പറയും, അല്ലെങ്കിൽ സരാജാവോ എന്നൊക്കെ പറയും. സരായേവോയിൽ വെച്ചാണ് കൊല്ലപ്പെടുക. അവിടെ ജെ സൈലന്റ് ആണ് കേട്ടോ, അതുകൊണ്ട് മലയാളവൽക്കരിക്കാൻ അങ്ങനെ തന്നെ ഉപയോഗിക്കുന്നത്. സരായോവിൽ വെച്ചാണ് കൊലപാതകം നടന്നത്. ഇതിന് പിന്നിൽ ആരാണെന്ന് ഓസ്ട്രിയ ആരോപിച്ചു. സെർബിയ ആയിരിക്കും എന്ന് ഉറച്ച് ആര് വിശ്വസിച്ചു? ഓസ്ട്രിയ. കാരണം ഓസ്ട്രിയയോട് ബദ്ധശത്രുതയുള്ളത് ആർക്കാ? റഷ്യയുടെ പാൻസ്ലാവ് പ്രസ്ഥാനത്തിലെ അംഗമായ സെർബിയക്ക്. ശരിയല്ലേ? അതാ അവിടെ സംഭവിക്കുക. സെർബിയൻ രഹസ്യ സംഘടനയായ ബ്ലാക്ക് ഹാൻഡിലെ അംഗമായ ഗാവ്ലോ പ്രിൻസിപ്പലാണ് കൊലപാതകം നടത്തിയതെന്ന് ആരാരോപിച്ചു? ഓസ്ട്രിയ ആരോപിച്ചു. സെർബിയൻ രഹസ്യ സംഘടനയെ ബ്ലാക്ക് ഹാൻഡിലെ അംഗമായ ഗാവർലോ പ്രിൻസിപ്പലാണ് കൊലപാതകം നടത്തിയെന്ന് ആരോപിച്ചു? ഓസ്ട്രിയ ആരോപിച്ചു. എന്നിട്ട് പറഞ്ഞു ഇതിന് കൃത്യമായ മറുപടി സെർബിയ തരണം എന്നും ഓസ്ട്രിയ ആവശ്യപ്പെട്ടു. 30 ദിവസത്തിനുള്ളിൽ ഇതിന് മറുപടി തന്നില്ലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും? യുദ്ധത്തിലേക്ക് തിരിയും എന്നതായിരുന്നു ആരുടെ ഭീഷണി? യെസ്, ഓസ്ട്രിയയുടെ ഭീഷണി. 30 ദിവസമായി. 1914 ജൂൺ 28 ഇവർ കൊല്ലപ്പെടുക. 30 ദിവസം എന്ന് പറയുമ്പോൾ ജൂലൈ 27 തീരുമല്ലോ. തുടർന്ന് ഓസ്ട്രിയ സെർബിയയെ ഏകപക്ഷീയമായി 1914 ജൂലൈ 28 ആക്രമിച്ചു. അപ്പോ ഓസ്ട്രിയ ഏകപക്ഷീയമായി സെർബിയ ആക്രമിക്കുമ്പോൾ സെർബിയ ഉൾപ്പെടുന്ന വംശീയ പ്രസ്ഥാനം ആരാ നേതൃത്വം കൊടുക്കുന്നത്? റഷ്യയല്ലേ? പാൻസ്ലാവ് പ്രസ്ഥാനം. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മുടെ സെർബിയയെ സഹായിക്കാൻ ആരെത്തിച്ചേരും? റഷ്യ എത്തിച്ചേരും. സെർബിയയെ സഹായിക്കാൻ റഷ്യ എത്തിച്ചേർന്നാൽ നമ്മുടെ ഓസ്ട്രിയ അംഗമായ പാൻ ജർമ്മൻ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുന്ന ജർമ്മനി എന്ത് ചെയ്യും? ഓസ്ട്രിയയെ സഹായിക്കാൻ വരും. അങ്ങനെ ഈ വംശീയ ധ്രുവീകരണമാണ്, അല്ലെങ്കിൽ തീവ്ര വംശീയ കാഴ്ചപ്പാടുകളാണ് ഇത് ലോക മഹായുദ്ധത്തിലേക്ക് നയിക്കുക. അതുകൊണ്ട് 1914 ജൂലൈ 28 ഓസ്ട്രിയ സെർബിയയെ ആക്രമിച്ചതാണ് ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ തുടക്കം എന്ന് നമ്മൾ കണക്കാക്കുക. ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്താലോ? എന്താ പറയുന്നേ? ഒന്നാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടാനുണ്ടായ പ്രധാന കാരണം, അതുവരെ സാമ്രാജ്യത്വ വംശീയ ധ്രുവീകരണത്തിന്റെ ഭാഗമായിട്ട് എപ്പോഴും വേണമെങ്കിലും പൊട്ടിത്തെറിക്കാമെന്ന കാഴ്ചപ്പാട് നിൽക്കുക. ആ സമയത്താണ് ഓസ്ട്രിയൻ കിരീടാവകാശി ആർച്ച് ഡ്യൂക്ക് ഫ്രാൻസിസ് ഫെർഡിനൻഡും ഭാര്യ സോഫിയയും കൊല്ലപ്പെടുന്നത്. എന്നാ കൊല്ലപ്പെട്ടെ? 1914 ജൂൺ 28. ബോസ്നിയൻ തലസ്ഥാനമായ സരായോവിൽ വെച്ചാണ് കൊലപാതകം നടക്കുക. അപ്പൊ സ്വാഭാവികമായിട്ട് ഓസ്ട്രിയ പറഞ്ഞു ഇതിന് പിന്നിൽ ഉറപ്പായിട്ടും ആരാണ്? സെർബിയാണ്. സെർബിയ ഇതിന് കാരണം തെളിയിക്കണം. എന്നിട്ട് ഒരു ആരോപണം കൂടെ മുന്നോട്ട് വെച്ചു. സെർബിയൻ രഹസ്യ സംഘടനയെ ബ്ലാക്ക് ഹാൻഡിലെ അംഗമായ ഗാവർലോ പ്രിൻസിപ്പലാണ് കൊലപാതകം നടത്തിയത്. ഇനി കൃത്യമായി മറുപടി നൽകണം എന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ സെർബിയ മൈൻഡ് ചെയ്തോ? സെർബിയ മൈൻഡ് ചെയ്തില്ല.
അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഓസ്ട്രിയ സെർബിയയെ ആക്രമിച്ചു. ഇതിനൊക്കെ കാരണം എന്താ? ബാൽക്കൻ പ്രതിസന്ധിയുടെ തുടർച്ചയെന്ന് പറയേണ്ടി വരും അല്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ബാൽക്കൻ ഭൂപ്രദേശത്തിന്റെ ആധിപത്യത്തിന് വേണ്ടി ആരൊക്കെ തമ്മിൽ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണ്? ഓസ്ട്രിയയും സെർബിയയും. ആ അവസരത്തിലാണ് ഓസ്ട്രിയൻ കിരീടാവകാശി കൊല്ലപ്പെടുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനെതിരെ പ്രവർത്തിച്ച ആരെന്ന് ആരോപിച്ചു? ഓസ്ട്രിയ സെർബിയ എന്ന് ആരോപിച്ചു. അങ്ങനെ അവർ തമ്മിൽ ഏറ്റുമുട്ടി. സെർബിയയെ സഹായിക്കാൻ റഷ്യ വന്നു. ഓസ്ട്രിയയെ സഹായിക്കാൻ ജർമ്മനി വന്നു. അങ്ങനെ വംശീയ ധ്രുവീകരണം കാരണം രണ്ട് പക്ഷം ചേർന്ന് കൂടുതൽ രാജ്യങ്ങൾ എത്തിച്ചേരുകയും അത് ലോക മഹായുദ്ധത്തിലേക്ക് നയിക്കുകയും ചെയ്തു. എന്തുകൊണ്ടാ ലോക മഹായുദ്ധം എന്ന് വിളിക്കുന്നേ? ലോകത്തെ പല ഭൂപ്രദേശങ്ങളിലും ഈ യുദ്ധത്തിന്റെ അലയടിച്ചു എന്നതുകൊണ്ടാണ്. നോക്കാം. റഷ്യ, ഫ്രാൻസ്, ബ്രിട്ടൻ എന്നിവ ഉൾപ്പെട്ട ത്രികക്ഷി സൗഹാർദ്ദം ട്രിപ്പിൾ എൻറ്റിറ്റി സെർബിയയുടെ സഹായത്തിന് എത്തിച്ചേർന്നു. ജർമ്മനി, ഹംഗറി, ഇറ്റലി എന്നിവ ഉൾപ്പെട്ട ത്രികക്ഷി സഖ്യം ട്രിപ്പിൾ അലയൻസ് ഓസ്ട്രിയയുടെ സഹായത്തിനെത്തി. ഇനി എന്ത് വേണം? കാരണം എന്താ? റഷ്യ ആകട്ടെ, ഫ്രാൻസ് ആകട്ടെ, ബ്രിട്ടൻ ആകട്ടെ, ജർമ്മനി ആകട്ടെ, ഹംഗറി ആകട്ടെ, ഇറ്റലി ആകട്ടെ, ഈ രാജ്യങ്ങൾക്ക് വിവിധ വൻകരകളിലെ കോളനികളുണ്ട്. കോളനികളിൽ ഇവർ മാത്രമാണോ ഉള്ളെ? ഇല്ല, മറ്റു രാജ്യങ്ങളുമുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും കോളനികളിൽ പോലും ഇവർ തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. അങ്ങനെ ലോകമൊട്ടാകെ ഈ യുദ്ധത്തിന്റെ പ്രകമ്പനമുണ്ടായി. അപ്പോ റഷ്യ, ഫ്രാൻസ്, ബ്രിട്ടൻ എന്നിവ ഉൾപ്പെട്ട ത്രികക്ഷി സൗഹാർദ്ദം. അപ്പൊ ത്രികക്ഷി സൗഹാർദ്ദത്തിലെ അംഗങ്ങൾ ആരൊക്കെയെന്ന് ചോദിക്കും. ത്രികക്ഷി സൗഹാർദ്ദത്തിലെ അംഗങ്ങൾ ആരൊക്കെയാ? റഷ്യ, ഫ്രാൻസ്, ബ്രിട്ടൻ എന്നിവ. ത്രികക്ഷി സഖ്യം ട്രിപ്പിൾ അലയൻസിലെ അംഗങ്ങൾ ആരൊക്കെയാ? ജർമ്മനി, ഹംഗറി, ഇറ്റലി എന്നിവ. റഷ്യയും ഫ്രാൻസും ബ്രിട്ടനും ഉൾപ്പെടുന്ന ത്രികക്ഷി സൗഹാർദ്ദം സെർബിയയുടെ സഹായത്തിനെത്തി. ജർമ്മനി, ഹംഗറി, ഇറ്റലി എന്നിവ ഉൾപ്പെട്ട ത്രികക്ഷി സഖ്യം ഓസ്ട്രിയയുടെ സഹായത്തിനെത്തി. യഥാർത്ഥത്തില് സെർബിയക്ക് എന്തെങ്കിലും നേടിക്കൊടുക്കണമെന്നായിരുന്നോ റഷ്യ, ഫ്രാൻസ്, ബ്രിട്ടൻ എന്നിവയുടെ ലക്ഷ്യം? അല്ല. ജർമ്മനിക്ക് എന്ത് ചെയ്യാ? ആ ജർമ്മനിയുടെ ആധിപത്യം അവസാനിപ്പിക്കുക. ഇനി ജർമ്മനി, ഹംഗറി, ഇറ്റലി എന്നിവ ഓസ്ട്രിയയെ സഹായിക്കാമെന്നത് സ്നേഹം കൊണ്ടുകൊണ്ടാണോ? അല്ല. റഷ്യ, ഫ്രാൻസ്, ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങളുടെ സാമ്രാജ്യത്വം അവസാനിപ്പിക്കുക എന്നതാണ് ജർമ്മനി, ഹംഗറി, ഇറ്റലി എന്നീ രാജ്യങ്ങളുടെ ലക്ഷ്യം. അപ്പൊ സ്വാഭാവികമായിട്ടും സാമ്രാജ്യത്വമാണ്, സാമ്രാജ്യത്വ കിടമത്സരമാണ് എന്തിലേക്ക് നയിക്കുന്നത്? ഈ ഒന്നാം ലോക മഹായുദ്ധത്തിലേക്ക് നയിക്കുക. ട്രെഞ്ചുകളിൽ ഒളിച്ചിരുന്ന് ആക്രമിക്കുന്ന രീതിയാണ് ഒന്നാം ലോക മഹായുദ്ധ കാലഘട്ടത്തെ പ്രധാനപ്പെട്ട യുദ്ധരീതി. അപ്പോ ഒന്നാം ലോക മഹായുദ്ധ കാലഘട്ടത്തെ ആക്രമണ രീതി എങ്ങനെയായിരുന്നു? ട്രെഞ്ചുകളിൽ ഒളിച്ചിരുന്ന് ആക്രമിക്കുക. ട്രെഞ്ചുകളിൽ ഒളിച്ചിരുന്ന് ആക്രമിക്കുക. ചരിത്രത്തിൽ ആദ്യമായി ആകാശയുദ്ധം ആരംഭിച്ചത് ഒന്നാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ. ചരിത്രത്തിൽ ആദ്യമായി ആകാശയുദ്ധം ആരംഭിച്ചത് ഒന്നാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, സാറ് നമ്മുടെ രാവണനൊക്കെ ആകാശത്തിലൂടെ യുദ്ധം ചെയ്തിട്ടില്ലേ? അതുണ്ട്. എങ്കിലും ചരിത്രപരമായി തെളിവുള്ളത് ഈ ഒന്നാം ലോക മഹായുദ്ധത്തിനാണ് കേട്ടോ. സംശയം ഉണ്ടാവല്ലേ. അതുകൊണ്ട് ഞാൻ എടുത്തു പറയണം. അപ്പൊ ചരിത്രത്തിൽ ആദ്യമായി ആകാശയുദ്ധം ആരംഭിച്ചത് ഒന്നാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ. പ്രധാനപ്പെട്ട ആക്രമണ രീതി എങ്ങനെയാ? ട്രെഞ്ചുകളിൽ ഒളിച്ചിരുന്ന് ആക്രമിക്കുക. എന്താ ഈ ട്രെഞ്ച് എന്ന് പറഞ്ഞ് മനസ്സിലായോ? ഇപ്പോ 2 രാജ്യങ്ങൾ ഇവിടെ ഞാൻ ചിത്രീകരിക്കാം. ഇതൊരു രാജ്യമാണ്. ഇതൊരു രാജ്യമാണെന്ന് കരുതുക. ഈ രാജ്യത്തിന്റെ അതിർത്തിയിലാണല്ലോ യുദ്ധം നടക്കുക. അപ്പോ ഈ സൈനികർക്ക് സുരക്ഷയായിട്ട് ഇരിക്കുന്നതിന് വേണ്ടി കാരണം അന്ന് ബുള്ളറ്റ് പ്രൂഫ് ഒന്നും ഇല്ലല്ലോടാ. ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകളൊന്നും ഇല്ല. അപ്പോ അവിടെ വെടികൊണ്ട് കഴിഞ്ഞാൽ കൊല്ലപ്പെടും. വാളോ, കത്തിയോ, കൂരമ്പോ കൊണ്ടു കഴിഞ്ഞാലും കൊല്ലപ്പെടും. അവരെന്ത് ചെയ്യും? ഈ യുദ്ധം നടക്കുന്ന അതിർ പ്രദേശത്ത് വലിയൊരു കുഴിയെടുക്കും. വലിയൊരു കുഴിയെടുക്കും. കുഴിയെന്ന് പറഞ്ഞാൽ നമുക്ക് ജസ്റ്റ് എണീറ്റ് നിന്ന് കഴിഞ്ഞാൽ ശത്രുക്കളെ കാണാൻ കഴിയണം. ജസ്റ്റ് കുനിഞ്ഞു കഴിഞ്ഞാൽ ശത്രുക്കളെ നമ്മളെ കാണാനും പാടില്ല. അതാണ് ട്രെഞ്ച് എന്ന് പറയുന്നത്. ട്രെഞ്ചുകൾ നിർമ്മിച്ചിട്ട് അതിൽ നിന്നുകൊണ്ടാണ് എന്ത് ചെയ്യുക? ഏറ്റുമുട്ടുന്നത്. അതിൽ നിന്നുകൊണ്ട് ഫൈറ്റ് ചെയ്യും. അപ്പൊ സുരക്ഷകരമാണ്. ശത്രുക്കളെ കാണാൻ മാത്രം തല ഉയർത്തിയാൽ മതി. പക്ഷെ വെടികൊണ്ട് കഴിഞ്ഞാൽ അത്രയേ ഉള്ളൂ. എങ്കിലും എല്ലാ രാജ്യങ്ങളും പരസ്പരം എങ്ങനെ ആക്രമിക്കുക? എന്തിനു വേണ്ടിയിട്ടാ? സൈന്യത്തിന്റെ സുരക്ഷ വേണം. അതോടൊപ്പം ആക്രമിക്കുകയും വേണം. ഓക്കെ. അതുകൊണ്ട് തന്നെ വലിയ നാശനഷ്ടം പല രാജ്യങ്ങൾക്കും ഉണ്ടായില്ല. വലിയ രാജ്യമായ റഷ്യക്കാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടം ഉണ്ടായത്. അത് നമുക്ക് പഠിക്കാം. ഓക്കെ. അപ്പൊ ആക്രമണ രീതി എന്ന് പറയുന്നത് ട്രെഞ്ചുകളിൽ ഒളിച്ചിരുന്നുകൊണ്ട് ആക്രമണം നടത്തുക. ചരിത്രത്തിൽ ആദ്യമായി ആകാശയുദ്ധം ആരംഭിച്ചത് ഒന്നാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ തന്നെ. ചരിത്രത്തിൽ ആദ്യമായി യുദ്ധത്തിൽ വിഷവാതകം അഥവാ രാസായുധം ഉപയോഗിച്ചത്. ചരിത്രത്തിൽ ആദ്യമായി വിഷവാതകം അഥവാ രാസായുധം ഉപയോഗിച്ചതും ഏത് യുദ്ധത്തിൽ തന്നെ? ഈ ഒന്നാം ലോക മഹായുദ്ധത്തിൽ തന്നെ. ഓക്കെ. ആദ്യമായി
രാസായുധം അഥവാ വിഷവാതകം ഉപയോഗിച്ചത് ജർമ്മനിയായിരുന്നു. ജർമ്മനി വിഷവാതകമായി ഉപയോഗിച്ചത് ക്ലോറിനും മസ്റ്റാർഡ് ഗ്യാസും. ക്ലോറിനൊക്കെ വെള്ളം ശുദ്ധീകരിക്കുന്നതല്ലേ? പിന്നെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എടാ, അമിതമായാൽ അമൃതും വിഷം എന്ന് പറയുന്നത് പോലെയാണ്. വളരെ കുറച്ച് ക്വാണ്ടിറ്റിയാണ് ക്ലോറിനെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. നിങ്ങൾ വേറെ ഒന്നും ചിന്തിക്കേണ്ട. നിങ്ങളുടെ വീട്ടില് ഇപ്പൊ കിണറോ അല്ലെങ്കിൽ പൈപ്പിലോ ക്ലോറിൻ കലർന്ന വെള്ളം വന്നിട്ടുണ്ട് എന്ന് വിചാരിക്കുക. ഇന്നല്ല എന്നെങ്കിലും. എന്തായാലും ക്ലോറിന്റെ സ്മെല്ല് നിങ്ങൾക്ക് അറിയാലോ. ആ വെള്ളത്തില് നിങ്ങൾ ക്ലോറിന്റെ ജലം ഉപയോഗിച്ച് കഴിഞ്ഞാല്, ക്ലോറിന്റെ കണ്ടന്റ് കൂടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? നമുക്ക് പല അസ്വസ്ഥതകളും ഉണ്ടാകും. അല്ലേ? ഛർദിയോ മറ്റ് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാറുണ്ട്. ആഹാരം കഴിക്കാൻ കഴിയില്ല. അല്ലേ? യെസ്. പനി പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം. 2, ക്ലോറിൻ ശ്വസിച്ചു കഴിഞ്ഞാല് നമുക്ക് പിന്നെ ശ്വസിക്കാൻ ഓക്സിജൻ എടുക്കാൻ കഴിയില്ല. ഇനി ക്ലോറിൻ നിങ്ങള് ജോഗ്രഫിയിൽ പഠിക്കുന്നതാണ്. ക്ലോറിൻ എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന്, വളരെ പെട്ടെന്ന് നശിക്കാത്ത ഒരു വാതകമാണ്. വളരെ പെട്ടെന്ന് നശിക്കാത്ത ഒരു വാതകമാണ് ക്ലോറിൻ. ഈ ക്ലോറിൻ ബഹിരാകാശത്തേക്ക് വളരെ പെട്ടെന്ന് പോകത്തുമില്ല. വായു കണങ്ങളില് ഇഴുകിച്ചേരും. പക്ഷെ ബഹിരാകാശത്ത് പോവില്ല. ഇവൻ നേരെ എവിടെ പോവും? ആ നമ്മുടെ യെസ്. അന്തരീക്ഷത്തിലെ ഓസോൺ പാളിയിൽ എത്തിച്ചേരുകയും ഓസോൺ ഓസോൺ കണികകളെ വേർപെടുത്തുവാൻ ക്ലോറിന് സാധിക്കുകയും ചെയ്യും. ഓസോൺ നശീകരണത്തിന് കാരണമായ ഏറ്റവും പ്രധാനപ്പെട്ട വാതകമാണ് ക്ലോറിൻ. കൂടാതെ ബ്രോമിനും. നമ്മൾ പഠിക്കാറുണ്ട് അല്ലേ? ജോഗ്രഫിയിലൊക്കെ നിങ്ങള് പഠിക്കുമ്പോഴ്, പരിസ്ഥിതി ശാസ്ത്രം പഠിക്കുമ്പോൾ പഠിക്കുന്നതാണ്. ഓസോൺ പാളിയുടെ ശോഷണത്തിന് കാരണമാകുന്നത് ക്ലോറിൻ, ബ്രോമിൻ തുടങ്ങിയ വാതകങ്ങളാണ്. ക്ലോറോ ഫ്ലൂറോ കാർബണുകളാണ് എന്ന് നമ്മൾ പൊതുവായി പറയും. പക്ഷെ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞാൽ ക്ലോറിനും ബ്രോമിനുമാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുക. അപ്പൊ അത്രയും വിനാശകാരിയാണെന്ത് ക്ലോറിൻ എന്ന് പറയുന്നത്. അത് പ്രകൃതിക്ക് തന്നെയും ദോഷമാണ്, ജീവജാലങ്ങൾക്കും ദോഷകരമാണ്. നമുക്ക് ഒന്ന് ശ്വസിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഓക്സിജൻ ശ്വസിക്കാനൊന്നും കഴിയത്തില്ല. ശ്വാസമുട്ടലുണ്ടായി മരിച്ചു പോകും. അതുകൊണ്ട് ക്ലോറിൻ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അപകടകാരിയാണ്. ആദ്യമായി യുദ്ധ ടാങ്ക് ഉപയോഗിച്ചത് ഒന്നാം ലോക മഹായുദ്ധ കാലഘട്ടത്ത് ആരാണ് ഉപയോഗിക്കുക? ബ്രിട്ടൻ. ടാങ്കറുകൾ. നിങ്ങൾക്കറിയാലോ യുദ്ധ ടാങ്ക് എന്തിനാ ഉപയോഗിക്കണേ? ആ യുദ്ധ കാലഘട്ടത്തെ ട്രെഞ്ചുകൾ ഉപയോഗിച്ചിരുന്നവര് എന്ത് ചെയ്യും? ശത്രുക്കൾ വന്നു കഴിഞ്ഞാല് നമ്മള് കുഴി ബോംബ് എന്നൊക്കെ പറയും അല്ലേ? ആ സഭയുടെ വഴികളിൽ ബോംബ് നിക്ഷേപിച്ചിട്ടുണ്ടാവും. ഈ ബോംബുകൾ ചവിട്ടിക്കഴിഞ്ഞാൽ അത് പൊട്ടിത്തെറിച്ച് സൈനികര് കൊല്ലപ്പെടാം. അപ്പൊ അത്തരം ബോംബുകളെ നിർവീര്യമാക്കുക എന്നതാണ് യുദ്ധ ടാങ്കിന്റെ പ്രധാന പ്രയോജനം. യുദ്ധ ടാങ്ക് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ഈ തറയിൽ കുഴിച്ചു വെച്ചിരിക്കുന്ന ബോംബുകളെ നിർവീര്യമാക്കുന്നത്. അതുകൊണ്ട് തന്നെ കരസേന ഏറ്റവും കൂടുതൽ യുദ്ധ ടാങ്കുകളാണ് ഉപയോഗിക്കുക. കരസേന യുദ്ധമേഖലയിൽ സഞ്ചരിക്കുമ്പോഴ് യുദ്ധ ടാങ്ക് പോയതിനു ശേഷം അതിന്റെ പിന്നാലെയാണ് സഞ്ചരിക്കുന്നത്. കാരണം എന്താ? ഈ കുഴിച്ചിട്ടിരിക്കുന്ന ബോംബുകളെ യുദ്ധ ടാങ്ക് നിർവീര്യമാക്കും എന്നതുകൊണ്ട്. നിങ്ങൾ ചിലപ്പോൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. യുദ്ധ ടാങ്ക് സഞ്ചരിക്കുന്ന അതേ വഴിയിൽ കൂടെ മാത്രമേ ഇവര് സഞ്ചരിക്കാറുള്ളൂ. ഓക്കെ. അപ്പൊ യുദ്ധ ടാങ്ക് ആദ്യമായി ഉപയോഗിച്ചതും ഒന്നാം ലോക മഹായുദ്ധത്തിലാണ് യുദ്ധ ടാങ്ക് ഉപയോഗിച്ചതാകട്ടെ ബ്രിട്ടൻ. അപ്പൊ ഒന്നാം ലോക മഹായുദ്ധ കാലഘട്ടത്തെ പ്രത്യേകതകളാണ് പരിശോധിക്കുക. നോക്കിയേ, ആക്രമണ രീതി എന്താണ്? ട്രെഞ്ചുകളിൽ ഒളിച്ചിരുന്ന് ആക്രമിക്കുക. ചരിത്രത്തിൽ ആദ്യമായി ആകാശയുദ്ധം ആരംഭിച്ചത് ഒന്നാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ തന്നെ. ചരിത്രത്തിൽ ആദ്യമായി യുദ്ധത്തിൽ വിഷവാതകം അഥവാ രാസായുധമായി ഉപയോഗിച്ചതും ഒന്നാം ലോക മഹായുദ്ധത്തിൽ തന്നെ. വിഷവാതകമായി ഉപയോഗിച്ചത് പ്രധാനമായും ക്ലോറിൻ, മസ്റ്റാർഡ് ഗ്യാസും. ആദ്യമായി യുദ്ധ ടാങ്ക് ഉപയോഗിച്ചത് ബ്രിട്ടനാണ്. ആദ്യമായി രാസായുധം ഉപയോഗിച്ചത് ജർമ്മനി. യുദ്ധത്തിൽ നിന്ന് ആദ്യം പിൻവാങ്ങിയ ത്രികക്ഷി സൗഹാർദ്ദ രാജ്യമാണ് റഷ്യ. നമ്മൾ പഠിച്ചിരുന്നു റഷ്യൻ വിപ്ലവം പഠിച്ചപ്പോൾ അല്ലെ? റഷ്യൻ വിപ്ലവ കാലഘട്ടത്തിൽ സാർ ചക്രവർത്തിമാരെ ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഇടപെട്ടതാണ് റഷ്യയിൽ വിപ്ലവം ഉണ്ടാകാൻ കാരണം. ഒന്നാം ലോക മഹായുദ്ധത്തിൽ സാമ്പത്തിക അരക്ഷിതാവസ്ഥയിൽ നിന്ന് റഷ്യ ഏർപ്പെട്ടപ്പോൾ സാമ്പത്തിക അരക്ഷിതാവസ്ഥ അവിടെ കൂടി. ഒന്നാം ലോക മഹായുദ്ധ കാലഘട്ടത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കൊല്ലപ്പെട്ടത് പങ്കെടുത്ത ഏറ്റവും വലിയ രാജ്യമായ റഷ്യയിൽ തന്നെയാണ്. അതും എന്തിനും കാരണമായി? റഷ്യൻ വിപ്ലവത്തിന് കാരണമായി അല്ലെ? അതുകൊണ്ട് തന്നെ റഷ്യൻ വിപ്ലവം നടക്കുന്ന സാഹചര്യത്തിൽ സാർ ചക്രവർത്തിമാരുടെ അധികാരം നഷ്ടപ്പെട്ടതുകൊണ്ട് റഷ്യ യുദ്ധത്തിൽ നിന്ന് പിന്മാറുകയാണ്. ഇപ്പോഴ് റഷ്യൻ വിപ്ലവത്തിന് ശേഷം കേട്ടോ. അപ്പൊ ആദ്യം പിൻവാങ്ങിയ ത്രികക്ഷി സൗഹാർദ്ദ രാജ്യം എന്ന് പറയുന്ന റഷ്യയാണ്. റഷ്യ ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങുന്നതിന് വേണ്ടി ഒപ്പുവെച്ച ഉടമ്പടിയാണ് ബ്രസ്റ്റ് ലിറ്റോവ്സ്ക് ഉടമ്പടി. 1918 മാർച്ച് മാസം 3-ാം തീയതി. എന്താണ് ഉടമ്പടി പേര്? ബ്രസ്റ്റ്
ലിറ്റോവ്സ്ക് ഉടമ്പടി 1918 മാർച്ച് 3. ആദ്യ സമയത്ത് ത്രികക്ഷി സഖ്യത്തിൽ അംഗമായിരുന്ന ഇറ്റലി യുദ്ധത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ ത്രികക്ഷി സൗഹാർദ്ദത്തിലേക്ക് എത്തിച്ചേർന്നു. ഇരുഭാഗത്തും പങ്കെടുത്ത ഏക രാജ്യമാണ് ഇറ്റലി. ആദ്യം എന്തിന്റെ ഭാഗമായിരുന്നു? ത്രികക്ഷി സഖ്യത്തിന്റെ ഭാഗമായിരുന്നു. ജർമ്മനിയുടെ ഭാഗമായിരുന്നു. ജർമ്മനി പരാജയത്തിലേക്ക് കൂപ്പുകുത്തുകയാണെന്ന് ഇറ്റലിക്ക് തോന്നി തുടങ്ങിയപ്പോ പതിയെ ബ്രിട്ടനെ സഹായിക്കാനായിട്ട് എത്തിച്ചേർന്നു. അങ്ങനെ വിജയിച്ച ചേരിയിലേക്ക് മാറുകയാണ് ഇറ്റലി കേട്ടോ. ഇരുഭാഗത്തും പങ്കെടുത്ത ഏക രാജ്യമായിരുന്നു ഇറ്റലി. ഒന്നാം ലോക മഹായുദ്ധത്തിൽ ആദ്യം പരാജയപ്പെട്ട രാജ്യം ഏതായിരുന്നു? ബൾഗേറിയ ആയിരുന്നു. ഒന്നാം ലോക മഹായുദ്ധത്തിൽ ആദ്യം പരാജയപ്പെട്ട രാജ്യം ബൾഗേറിയയാണ്. സെർബിയയുടെ സഖ്യശക്തിയാണ് കേട്ടോ. അപ്പോ ഒന്നാം ലോക മഹായുദ്ധത്തിൽ ആദ്യം പരാജയപ്പെട്ട രാജ്യം ബൾഗേറിയ, ആദ്യം പിൻവാങ്ങിയ രാജ്യം റഷ്യ. ഇരുപക്ഷത്തും ചേർന്നത് ഇറ്റലി. ആദ്യം ജർമ്മനിയുടെ പക്ഷമായിരുന്നു, പിന്നീട് ഇംഗ്ലണ്ടിന്റെ ബ്രിട്ടന്റെ പക്ഷത്തേക്ക് കൂറുമാറി. അധികാരം നഷ്ടപ്പെട്ട ഓസ്ട്രേലിയൻ രാജവംശമാണ് ഹാബ്സ്ബർഗ് രാജവംശം. ഒന്നാം ലോക മഹായുദ്ധത്തെ തുടർന്ന് അധികാരം നഷ്ടപ്പെട്ട ഓസ്ട്രേലിയൻ രാജവംശമാണ് ഹാബ്സ്ബർഗ് രാജവംശം. ഒന്നാം ലോക മഹായുദ്ധത്തെ തുടർന്ന് അധികാരം നഷ്ടപ്പെട്ട ജർമ്മനിയിലെ രാജവംശമാണ് ഹോഹൻസോളൻ രാജവംശം. ഹോഹൻസോളൻ രാജവംശം. ഹോഹൻസോളൻ രാജവംശത്തിലെ കൈസർ വില്യം രണ്ടാമൻ ഹോളണ്ടിലേക്ക് പലായനം ചെയ്തു. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബാൽക്കൻ പ്രതിസന്ധി പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ, ഓസ്ട്രിയയെ സഹായിച്ച ജർമ്മൻ ഭരണാധികാരിയായിരുന്നു കൈസർ വില്യം രണ്ടാമൻ. അത് ഏത് രാജവംശത്തിൽപ്പെട്ട ആളാ? ഹോഹൻസോളൻ. ഓക്കെ, അപ്പൊ അധികാരം നഷ്ടപ്പെട്ട ജർമ്മനിയിലെ രാജവംശം ഹോഹൻസോളൻ, കൈസർ വില്യം രണ്ടാമൻ ഹോളണ്ടിലേക്ക് പലായനം ചെയ്തു. ഫ്രാൻസ്, ബ്രിട്ടൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സഖ്യം വിജയിച്ചു. 1918 യുദ്ധം അവസാനിപ്പിക്കുകയും ചെയ്തു. ഓർമ്മിച്ചേക്കണേ. അപ്പൊ ആദ്യം പിൻവാങ്ങിയ ത്രികക്ഷി സൗഹാർദ്ദ രാജ്യം റഷ്യയാണ്. റഷ്യ ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങുന്നതിന് വേണ്ടി ഒപ്പുവെച്ച ഉടമ്പടിയാണ് ബ്രസ്റ്റ് ലിറ്റോവസ്ക് ഉടമ്പടി. 1918 മാർച്ച് 3. ഇരുഭാഗത്തും പങ്കെടുത്ത ഏക രാജ്യമായിരുന്നു ഇറ്റലി. ഒന്നാം ലോക മഹായുദ്ധത്തിൽ ആദ്യം പരാജയപ്പെട്ടത് ബൾഗേറിയ. അധികാരം നഷ്ടപ്പെട്ട ഓസ്ട്രേലിയൻ രാജവംശം. ഈ ഓസ്ട്രിയയിലും ഭരിച്ചിരുന്നത് ഹാബ്സ്ബർഗ് ആണ്. അതുകൊണ്ട് ചില പുസ്തകങ്ങൾ ഓസ്ട്രിയ എന്ന് കാണും. രണ്ടും ശരിയാണ് കേട്ടോ. ഓസ്ട്രിയ അഥവാ ഓസ്ട്രേലിയൻ രാജവംശം എന്ന് പറയുന്നത് ഹാബ്സ്ബർഗ്. ഈ ഓസ്ട്രേലിയ പിന്നീട് ആരേറ്റെടുക്കുന്നു? അതിനു മുമ്പ് ആരുടെ ആധിപത്യത്തിന് കീഴിലായിരുന്നു? ബ്രിട്ടന്റെ, യുകെയുടെ, യുണൈറ്റഡ് കിങ്ഡത്തിന്റെ ഭാഗമായിരുന്നു. അതിനുശേഷം യുകെ തന്നെ അതിന്റെ അധികാരം ഏറ്റെടുക്കുകയാണ്. അപ്പൊ അധികാരം നഷ്ടപ്പെട്ട ഒരു രാജവംശം ഹാബ്സ്ബർഗ് രാജവംശം, മറ്റൊരു രാജവംശം എന്ന് പറയുന്നത് ജർമ്മനിയിലെ ഹോഹൻസോളൻ രാജവംശമാണ്. ഫ്രാൻസ്, ബ്രിട്ടൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സഖ്യം വിജയിച്ചു. അതെന്താ? ഫ്രാൻസ്, ബ്രിട്ടൻ, പിന്നെ റഷ്യ, ഇവര് മൂന്നുപേരുമല്ലേ നമ്മൾ ത്രികക്ഷി സൗഹാർദ്ദം എന്ന് വിളിച്ചേ? പിന്നെ റഷ്യയെ പറയാത്ത എന്താ? കാരണം റഷ്യ 1918 മാർച്ച് മാസത്തെ ഉടമ്പടിയിലൂടെ പിൻവാങ്ങിയല്ലോ. പിന്നെ ബാക്കി രണ്ടുപേരല്ലേ ഉള്ളൂ. ഇറ്റലി ഉണ്ടെങ്കിലും ഇറ്റലി വിജയിച്ചതായിട്ട് കണക്കാക്കുന്നെങ്കിലും ഇവരെ സഖ്യമായിട്ട് കണക്കാക്കുന്നില്ല കേട്ടോ. ഇറ്റലി വിജയിച്ചവരുടെ സഖ്യത്തോടൊപ്പം നിന്നു, പക്ഷെ സഖ്യമായിട്ട് കണക്കാക്കുന്നില്ല. ഫ്രാൻസ്, ബ്രിട്ടൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സഖ്യം ഒന്നാം ലോക മഹായുദ്ധത്തിൽ വിജയിച്ചു. 1918 യുദ്ധം പൂർണ്ണമായി അവസാനിക്കുകയും ചെയ്തു. ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്താലോ? യെസ്. ഒന്നാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടാനുണ്ടായ പ്രധാന കാരണം ഓസ്ട്രിയൻ കിരീടാവകാശി ആർച്ച് ഡ്യൂക്ക് ഫ്രാൻസിസ് ഫെർഡിനൻഡും പത്നി സോഫിയയും വധിക്കപ്പെട്ടത്. എന്നാ വധിക്കപ്പെട്ടെ? 1914 ജൂൺ 28. എവിടെ വെച്ച് വധിക്കപ്പെട്ടെ? ബോസ്നിയൻ തലസ്ഥാനമായ സരായോവിൽ വെച്ച്. കൊലപാതകം നടത്തിയത് സെർബിയൻ രഹസ്യ സംഘടനയിലെ അംഗമായ, അതായത് സെർബിയൻ രഹസ്യ സംഘടനയായ ബ്ലാക്ക് ഹാൻഡിലെ അംഗമായ ഗവർലോ പ്രിൻസിപ്പലിന്റെ നേതൃത്വത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഓസ്ട്രിയ സെർബിയയോട് കാരണം ചോദിച്ചു. 30 ദിവസത്തിനുള്ളിൽ മറുപടി ലഭിക്കാത്തതിനെ തുടർന്ന് ഓസ്ട്രിയ സെർബിയയെ ഏകപക്ഷീയമായി ആക്രമിച്ചു എന്ന് 1914 ജൂലൈ 28. അങ്ങനെ ആക്രമിക്കപ്പെട്ടപ്പോൾ സെർബിയയെ സഹായിക്കാൻ റഷ്യയുടെ സഖ്യമെത്തി, ഓസ്ട്രിയയെ സഹായിക്കാൻ ജർമ്മനിയുടെ സഖ്യവും. അങ്ങനെ സാമ്രാജ്യത്വത്തിന്റെ തീവ്ര ദേശീയതയുടെ ധ്രുവീകരണമാണ് ലോകമഹായുദ്ധത്തിലേക്ക് നയിക്കുക. റഷ്യ, ഫ്രാൻസ്, ബ്രിട്ടൻ എന്നിവർ ഉൾപ്പെട്ട ത്രികക്ഷി സൗഹാർദ്ദം സെർബിയയുടെ സഹായത്തിനെത്തി. ജർമ്മനി, ഹംഗറി, ഇറ്റലി എന്നിവ ഉൾപ്പെട്ട ത്രികക്ഷി സഖ്യം ഓസ്ട്രിയയുടെ സഹായത്തിനുമെത്തി. ട്രെഞ്ചുകളിൽ ഒളിച്ചിരുന്ന് ആക്രമിക്കുന്ന രീതിയാണ് ഒന്നാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ പിന്തുടരുന്നത്. ചരിത്രത്തിൽ ആദ്യമായി ആകാശയുദ്ധം ആരംഭിച്ചു. ചരിത്രത്തിൽ ആദ്യമായി യുദ്ധത്തിൽ വിഷവാതകം, രാസായുധം ഉപയോഗിച്ചു. ആദ്യമായി ഉപയോഗിച്ചത് രാസായുധം അഥവാ വിഷവാതകം ഉപയോഗിച്ച ജർമ്മനിയാണ്.
ജർമ്മനി ഉപയോഗിച്ച വിഷവാതകങ്ങൾ ക്ലോറിനും മസ്റ്റാർഡ് ഗ്യാസുമായിരുന്നു. ആദ്യമായി യുദ്ധ ടാങ്ക് ഉപയോഗിച്ചത് ബ്രിട്ടനായിരുന്നു ഒന്നാം ലോക മഹായുദ്ധത്തിൽ. ആദ്യം പിൻവാങ്ങിയ ത്രികക്ഷി സൗഹാർദ്ദ രാജ്യം റഷ്യ. റഷ്യ ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങുന്നതിന് വേണ്ടി ഒപ്പുവെച്ച ഉടമ്പടിയാണ് എന്താ ബ്രസ്റ്റ് ലിറ്റോവ്സ്കി ഉടമ്പടി 1918 മാർച്ച് 3. ഇരുഭാഗത്തും പങ്കെടുത്ത ഏക രാജ്യം എന്ന് പറയുന്ന ഇറ്റലിയാണ് ഒന്നാം ലോക മഹായുദ്ധത്തിൽ ആദ്യം പരാജയപ്പെട്ടത് ബൾഗേറിയ. അധികാരം നഷ്ടപ്പെട്ട ഓസ്ട്രേലിയൻ കൂടാതെ ഓസ്ട്രിയൻ രാജവംശം ഏതാണ് ഹാബ്സ്ബർഗ് രാജവംശം. പിന്നെ പറയുന്നു അധികാരം നഷ്ടപ്പെട്ട ജർമ്മനിയിലെ രാജവംശമാണ് ഹൊഹൻസോളൻ രാജവംശം. ഹൊഹൻസോളൻ രാജവംശത്തിലെ കൈസർ വില്യം രണ്ടാമൻ ഹോളണ്ടിലേക്ക് പലായനം ചെയ്തു. ബ്രിട്ടൻ, ഫ്രാൻസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള ത്രികക്ഷി സൗഹാർദ്ദത്തിൽ ആര് പോയി? റഷ്യ പോയല്ലോ. പിന്നെ ബാക്കി ആരൊക്കെയുള്ളൂ? ബ്രിട്ടനും ഫ്രാൻസും എന്നിവരുടെ നേരിട്ടുള്ള സഖ്യം വിജയിച്ചു. 1918 ഒന്നാം ലോക മഹായുദ്ധം അവസാനിച്ചു. നമുക്കറിയാം പരമ്പരാഗതമായി ഒരു യുദ്ധം അവസാനിച്ചാൽ വിജയിച്ച രാജ്യങ്ങൾ പരാജയപ്പെട്ട രാജ്യങ്ങളെ കൊള്ളയടിക്കുക പതിവാണ്. ആദ്യ കാലഘട്ടത്തിൽ കൊള്ളയടിച്ച് അവിടെ സമ്പത്തൊക്കെ കൊണ്ടുപോകും. പിൽക്കാലത്ത് പകരം എന്ത് ചെയ്തു? പരാജയപ്പെട്ട രാജ്യത്തെ ഭരണാധികാരിക്ക് തന്നെ അധികാരം കൈമാറും. പകരം നഷ്ടപരിഹാരം ആര് കൊടുക്കണം? പരാജയപ്പെട്ട രാജ്യങ്ങൾ കൊടുക്കണം. ഈ രീതിയാണ് ഒന്നാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ നിലനിന്നത്. അങ്ങനെ യുദ്ധം അവസാനിപ്പിച്ചുകൊണ്ട് കുറെ ഉടമ്പടികൾ ഒപ്പുവെക്കുകയാണ്. ഓക്കെ, നമുക്ക് ഒന്നാം ലോക മഹായുദ്ധ കാലഘട്ടത്തെ പ്രധാന രാഷ്ട്രത്തലവന്മാരെ പരിചയപ്പെടാം. അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്നത് വുഡ്രോ വിൽസൺ ആയിരുന്നു. ഫ്രാൻസിന്റെ ഭരണാധികാരിയായിരുന്നത് ക്ലമൻസോ. ബ്രിട്ടന്റേത് ലോയിഡ് ജോർജ്. ഇറ്റലിയില് വിറ്റോറിയോ ഓർലാൻഡോ. ജർമ്മനിയിലെ കൈസർ വില്യം രണ്ടാമൻ നാട് വിട്ടു. അമേരിക്കയിലും ഫ്രാൻസിലും ബ്രിട്ടനും ഇറ്റലിയിലും വിദേശ രാജ്യങ്ങളാണ്. അതിൽ അമേരിക്ക ഇരുപക്ഷത്തിനും ആയുധം നൽകി സമ്പന്നമായ രാജ്യമാണ് കേട്ടോ. എനിവേ, അപ്പോ വുഡ്രോ വിൽസൺ അമേരിക്കയുടെ ഭരണാധികാരി, ക്ലെമൻസോ ഫ്രാൻസിന്റെ ഭരണാധികാരി, ലോയിസ് ജോർജ് ബ്രിട്ടന്റെ ഭരണാധികാരിയാണ്, വിറ്റോറിയോ ഓർലാൻഡോ ഇറ്റലിയുടെ ഭരണാധികാരിയാണ്, കൈസർ വില്യം രണ്ടാമൻ എന്ന് പറയുന്നത് ജർമ്മനിയുടെയും. ഓക്കെ, പ്രധാന ഭരണാധികാരികൾ മാത്രമേ നമ്മളിവിടെ പറഞ്ഞുള്ളൂ. യുദ്ധാനന്തരം ഫ്രാൻസിലെ പാരീസ് നഗരത്തിൽ വെച്ച് 5 ഉടമ്പടികൾ ഒപ്പുവെക്കപ്പെട്ടു. ഒന്ന് ജർമ്മനിയുമായി വേഴ്സായി ഉടമ്പടി. ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ പ്രധാന കാരണക്കാരൻ ജർമ്മനിയാണെന്ന് ആരോപിച്ചുകൊണ്ട് ജർമ്മനി എല്ലാ രാജ്യങ്ങൾക്കും നഷ്ടപരിഹാരം നൽകണമെന്നും ജർമ്മനി നഷ്ടപരിഹാരം കൊടുത്തു തീർക്കുന്നത് വരെ എന്ത് ചെയ്യാൻ പാടില്ല? ആയുധ ശേഖരം നടത്തുവാനോ സൈനിക ശക്തി വർദ്ധിപ്പിക്കാൻ പാടില്ല എന്നും ജർമ്മനിയെ കൊണ്ട് വിജയിച്ച രാജ്യങ്ങൾ ഉടമ്പടിയിൽ ഒപ്പുവെച്ചു. അപ്പൊ ജർമ്മനിയാണ് നഷ്ടപരിഹാരം എല്ലാ രാജ്യങ്ങൾക്കും കൊടുക്കേണ്ടത്. നഷ്ടപരിഹാരം കൊടുത്തു തീർക്കുന്നത് വരെ സൈനികരെ സംഘടിപ്പിക്കുകയോ കൂടാതെ എന്ത് ചെയ്യാനോ പാടില്ല? ആയുധ ശേഖരണം നടത്താനോ പാടില്ല. അപ്പോ തോറ്റ ദേഷ്യം ജർമ്മൻ ജനതയ്ക്കുണ്ട്. കാരണം തീവ്ര വംശീയ പ്രസ്ഥാനമായ പാൻ ജർമ്മൻ പ്രസ്ഥാനത്തെ അംഗീകരിക്കുന്നവരാണ് ജർമ്മൻ ജനത. ഈ ഒരു ഉടമ്പടിയോടുകൂടി ജർമ്മൻ ജനത കൂടുതൽ അസ്വസ്ഥരായി. കാരണം വിജയിച്ചു രാജ്യങ്ങൾ ശരിയാണ്, പക്ഷേ തങ്ങളെ മാത്രം എന്ത് ചെയ്തു? കോർണർ ചെയ്തു എന്ന് കണക്കാക്കിക്കൂടെ? കാരണം എല്ലാ രാജ്യങ്ങൾക്കും നഷ്ടപരിഹാരം കൊടുക്കണം. നഷ്ടപരിഹാരം കൊടുത്തു തീർക്കുന്നത് വരെ സൈന്യത്തെ ഏകീകരിക്കുവാനോ യുദ്ധ സാമഗ്രികൾ തയ്യാറാക്കാനോ പാടില്ല എന്ന് പറയുമ്പോൾ അല്ലേ? സ്വാഭാവികമായിട്ടും നിരായുധരായി പോയി ജർമ്മനി. സാമ്പത്തികമായി അരക്ഷിതാവസ്ഥയിലേക്ക് പോയി. ഈ ഒരു പ്രതിഷേധമാണ്, വംശീയമായ പ്രതിഷേധമാണ് പിന്നീട് ജർമ്മനിയില് എന്തുണ്ടാകാൻ കാരണം? തീവ്ര ജനാധിപത്യ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ സമ്പ്രദായമായ ഫാസിസത്തിന് തുടക്കം കുറിക്കപ്പെട്ടു. ഫാസിസത്തിന്റെ തീവ്ര നിലപാടായ നാസിസം ആരംഭിച്ചത്. ഫാസിസത്തിന്റെ തീവ്ര നിലപാടാണ് ഫാസിസം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, മനസ്സിലായോ? ഇനി ഇറ്റലി ആദ്യം ജർമ്മനിയുടെ പക്ഷത്തായിരുന്നു. പക്ഷേ ജർമ്മനി പരാജയപ്പെടുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ ജയിച്ച പക്ഷത്ത് പോയി. പക്ഷേ ഇറ്റലി ജയിച്ചെങ്കിലും ജയിച്ച പരിഗണനയൊന്നും ആർക്കും നൽകിയില്ല. സഖ്യരാഷ്ട്രങ്ങൾ നൽകിയില്ല. ബ്രിട്ടനും ഫ്രാൻസും അമേരിക്കയും ഒന്നും. അവര് ഇറ്റലിയിൽ നിന്ന് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടു. പ്രത്യേകിച്ച് ഉടമ്പടിയൊന്നും ഒപ്പുവെച്ചില്ല. നഷ്ടപരിഹാരം ആർക്ക് കൊടുത്തുമില്ല? ഇറ്റലിക്ക് കൊടുത്തുമില്ല. അതും ഇറ്റലിയിലെ ജനങ്ങളെ ക്ഷുഭിതരാക്കി മാറ്റി.
അങ്ങനെ ഇറ്റലിയിലെയും ജർമ്മനിയിലെയും ജനത തങ്ങൾ മറ്റുള്ളവരാൽ അവഗണിക്കപ്പെട്ടുവെന്നും വംശീയ വിദ്വേഷത്തോടുകൂടി തങ്ങൾക്കെതിരെ പ്രവർത്തിച്ചു എന്നും മനസ്സിൽ വിദ്വേഷമുണ്ടായി. ആ വിദ്വേഷമാണ് പിന്നീടുണ്ടായ വിപ്ലവങ്ങൾക്കും രണ്ടാം ലോക മഹായുദ്ധത്തിന് കാരണമാവുക. അത്രയും പ്രാധാന്യമുണ്ട് വേഴ്സായി ഉടമ്പടിക്ക് കേട്ടോ. ഏറ്റവും പ്രധാനപ്പെട്ട ഉടമ്പടി വേഴ്സായി ഉടമ്പടിയാണ്. 2 സെന്റ് ജർമ്മനി ഉടമ്പടി ഓസ്ട്രിയയുമായി. ഓസ്ട്രിയയോട് പറഞ്ഞു ഇനിമേൽ ജർമ്മനിയുമായി ഒരു സഹകരണവും പാടില്ല. ഓസ്ട്രിയയിലെയും ജർമ്മനിയും അനുസരിച്ചിട്ട് തന്നെയല്ലേ. അവർ കേൾക്കോ? കേൾക്കില്ല. അത് പിന്നീട് അവർ ഒരുമിച്ചായിട്ട് മാറി. അത് നമ്മൾ പിന്നീട് പഠിക്കും. നെയ് ഉടമ്പടി അല്ലെങ്കിൽ ന്യൂയിലി ഉടമ്പടി ഒപ്പുവെച്ചത് തുർക്കിയുമായി. ട്രയാനയുടെ ഉടമ്പടി ഒപ്പുവെച്ചത് ഹംഗറിയുമായി. സെവ്ര ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് തുർക്കിയുമായി. അപ്പോൾ നെയ് ഉടമ്പടി അഥവാ ന്യൂയിലി ഉടമ്പടി തുർക്കിയുമായിട്ടാണ് ഒപ്പുവെക്കുക. ട്രയാനിൻ ഉടമ്പടി ഹംഗറിയുമായി ഒപ്പുവെച്ചു. സെവ്ര ഉടമ്പടി തുർക്കിയുമായിട്ട്. ഓക്കെ. അപ്പോ ഓർമ്മിക്കാം പ്രധാനപ്പെട്ട 5 ഉടമ്പടികൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വെഴ്സായ് ഉടമ്പടിയാണ്. വിജയിച്ച എല്ലാ രാജ്യങ്ങൾക്കും നഷ്ടപരിഹാരം കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജർമ്മനിയുമായി ഒപ്പുവെച്ച ഉടമ്പടി. സെന്റ് ജർമ്മനി ഉടമ്പടി ഓസ്ട്രിയയുമായിട്ടാണ്. ഓസ്ട്രിയ മേലിൽ ജർമ്മനിയുമായി സഹകരിക്കരുത് എന്ന രീതിയിൽ. നെയ് ഉടമ്പടി അഥവാ ന്യൂയിലി ഉടമ്പടി തുർക്കിയുമായിട്ടാണ്. തുർക്കിയിലെ ഖലീഫയുടെ ഭരണം അവസാനിപ്പിക്കുന്ന ഉടമ്പടിയായിരുന്നു തുർക്കിയിലെ ഉടമ്പടി. തുടർന്ന് ഈ ഖലീഫ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ലോകത്തെ മുസ്ലിങ്ങളുടെ ആത്മീയ പിതാവ് കൂടെയാണ്. അദ്ദേഹത്തെ സ്ഥാനഭ്രഷ്ടനാക്കിയത് ലോകത്ത് ഇന്ത്യ ഉൾപ്പെടെ പല രാജ്യങ്ങളും പ്രതിഷേധത്തിന് കാരണമായി. അങ്ങനെ പിന്നീട് തുർക്കിയുമായി സെവ്ര ഉടമ്പടിയിൽ ഒപ്പുവെക്കുകയാണ്. വീണ്ടും തുർക്കിയെ ആധിപത്യത്തിന് കീഴിലാക്കുക അല്ലെങ്കിൽ തുർക്കിയിലെ ഖലീഫയുടെ അല്ലെങ്കിൽ ഖലീഫയെ വിചാരണ ചെയ്തത് എതിർക്കുന്ന ജനങ്ങളെ ഇല്ലായ്മ ചെയ്യുക എന്ന ലക്ഷ്യത്തോടുകൂടി മേലിൽ എതിർത്ത് കഴിഞ്ഞാൽ നഷ്ടപരിഹാരം കൂടുതൽ ആരിൽ നിന്ന് ഈടാക്കും? തുർക്കിയിൽ നിന്ന് ഈടാക്കും എന്ന കാഴ്ചപ്പാട്. അപ്പൊ തുർക്കിയുമായി 2 ഉടമ്പടി ഒപ്പുവെക്കുകയാണ് കേട്ടോ. നെയ് ഉടമ്പടി അഥവാ ന്യൂയിലി ഉടമ്പടിയും കൂടാതെ സെവ്ര ഉടമ്പടിയും. പിന്നെ ട്രയാനൻ ഉടമ്പടി ഹംഗറിയുമായിട്ട്. ഓക്കെ. ഇനി നമുക്ക് ഡേറ്റ് പഠിക്കാം. ഡേറ്റയ്ക്ക് ഇമ്പോർട്ടന്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട 3 ഡേറ്റുകൾ ഇമ്പോർട്ടന്റ് ആണ്. ആദ്യത്തെ 3 ഉടമ്പടി അത് നമ്മൾ പഠിച്ചേ പറ്റുള്ളൂ. ഇമ്പോർട്ടന്റ് ആണ്. വേഴ്സായ് ഉടമ്പടി ഒപ്പുവെച്ചത് ജർമ്മനിയുമായി 1919 ജൂൺ 28. അന്നേ ദിവസമാണ് കൃത്യമായി പറഞ്ഞാൽ ആ ഓർമ്മ നമുക്ക് പുതുക്കാം. ഒന്നാം ലോക മഹായുദ്ധം ആരംഭിച്ചത് എന്നായിരുന്നു? 1914 ജൂലൈ 28. ഒന്നാം ലോക മഹായുദ്ധം ആരംഭിക്കാൻ കാരണം എന്താണ്? ഓസ്ട്രേലിയൻ കീഴാവകാശികളെ കൊല ചെയ്യപ്പെട്ടത് എന്നാ ജൂൺ 28. ആ ജൂൺ 28 ഇവിടെ കണക്ട് ചെയ്യാം. 1914 ജൂൺ 28-നാണ് ഓസ്ട്രിയൻ കീഴാവകാശിയായ ഫ്രാൻസിസ് ഫെർഡിനൻഡിന്റെ ഭാര്യ സോഫിയയും കൊല്ലപ്പെടുന്നത്. ഓക്കെ. യെസ്. ജർമ്മനിയുമായി വെഴ്സായ് ഉടമ്പടി ഒപ്പുവെക്കുന്നത് 1919 ജൂൺ 28-ന്. സെന്റ് ജർമ്മനി ഉടമ്പടി ഓസ്ട്രിയയുമായി ഒപ്പുവെക്കുന്നത് 1919 സെപ്റ്റംബർ മാസം 10-ാം തീയതി. തുർക്കിയിലെ ഭരണാധികാരിയെ സ്ഥാനഭ്രഷ്ടനാക്കുന്ന ഖലീഫയെ സ്ഥാനഭ്രഷ്ടനാക്കുന്ന ഉടമ്പടിയാണ് നെയ് ഉടമ്പടി അല്ലെങ്കിൽ ന്യൂയിലി ഉടമ്പടി. ഏത് വർഷം? 1919 നവംബർ 27-ന്. ഈ 3 ഡേറ്റ് ഓർമ്മിക്കണം. ബാക്കി ജസ്റ്റ് വർഷം മാത്രം പഠിച്ചാലും മതി. ട്രയാനൻ ഉടമ്പടി ഹംഗറിയുമായി 1920 ജൂൺ മാസം. സെവ്ര ഉടമ്പടി തുർക്കിയുമായി 1920 ഓഗസ്റ്റ് മാസം. ഓക്കെ. മറക്കില്ലല്ലോ. ഉടമ്പടികളുടെ 5ന്റെ പേര് പഠിച്ചു വെക്കണം. ചേരുംപടി ചേർക്കാനായിട്ടാണ് പലപ്പോഴും PS ചോദിക്കാറുള്ളത്. ഓക്കെ. അപ്പൊ യുദ്ധാനന്തരം പാരീസിൽ വെച്ച് 5 ഉടമ്പടികൾ ഒപ്പുവെച്ചു. വേഴ്സായ് ഉടമ്പടി ജർമ്മനിയുമായി 1919 ജൂൺ 28-ന്. സെന്റ് ജർമ്മനി ഉടമ്പടി ഓസ്ട്രിയയുമായി 1919 സെപ്റ്റംബർ 10. നെയ് ഉടമ്പടി അഥവാ നെയ്ലി ഉടമ്പടി തുർക്കിയുമായി 1919 നവംബർ 17. ട്രയാനൻ ഉടമ്പടി ഹംഗറിയുമായി 1920 ജൂൺ മാസം. സെവ്ര ഉടമ്പടി തുർക്കിയുമായി 1920 ഓഗസ്റ്റ് മാസം. യുദ്ധത്തിന്റെ അനന്തരഫലം. ഒന്നാം ലോക മഹായുദ്ധം ലോകത്തെ എങ്ങനെയൊക്കെ ബാധിച്ചു അല്ലെങ്കിൽ ലോകത്തെ എങ്ങനെയൊക്കെ സ്വാധീനിച്ചു എന്നാണ് നമ്മളിവിടെ പറയാം. കാണാതെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചാൽ മാത്രം മതിയാവും. ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് ജീവഹാനി സംഭവിച്ചു. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ജീവഹാനി സംഭവിച്ചത് റഷ്യൻ ജനതയ്ക്കായിരുന്നു കേട്ടോ. ദശലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് ജീവഹാനി സംഭവിച്ചു. ഓക്കെ. കൃഷി, വ്യവസായം, വാർത്താവിനിമയം തുടങ്ങിയ മേഖലകൾ തകർന്നടിഞ്ഞു. കാരണം യുദ്ധം സ്വാഭാവികമായിട്ട് കാർഷിക മേഖലയെന്നോ വ്യവസായ മേഖലയെന്നോ ഒന്നും നോക്കില്ലല്ലോ. വാർത്താവിനിമയം തകർത്ത് കഴിഞ്ഞാൽ ആ രാജ്യത്ത് കമ്മ്യൂണിക്കേഷൻ ഇല്ലാണ്ടാവും എന്ന ചിന്താഗതിയുമുണ്ട്. യുദ്ധത്തിൽ എങ്ങനെയും വിജയിക്കുക എന്ന ഒരു കാഴ്ചപ്പാട്.
കൃഷി, വ്യവസായം, വാർത്താവിനിമയം തുടങ്ങിയ മേഖലകൾ തകർക്കപ്പെട്ടു. തുടർന്ന് കൃഷിയില്ല. കാരണം കൃഷി ഇല്ലാതാക്കുന്നതിന് കാരണം എന്താ? ശത്രുക്കളെ ഭക്ഷണമില്ലാതെ അടിയറവ് പറയിക്കുക എന്ന ലക്ഷ്യം. സാമ്പത്തികം അടിയറവ് വെച്ച് കഴിഞ്ഞാൽ അവര് പിന്നെ സൈന്യത്തിന് ആയുധം മേടിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ കാർഷിക മേഖലകൾ തകർക്കുന്നത് നിരന്തര സംഭവമായി. യുദ്ധാനന്തരം ഇതൊക്കെ തിരിച്ചടിയായിട്ട് മാറി. ദാരിദ്ര്യം, തൊഴിലില്ലായ്മ, നാണയപ്പെരുപ്പം എന്നിവ വർദ്ധിച്ചു. യൂറോപ്പിന്റെ സാമ്പത്തിക മേധാവിത്വം ദുർബലമായി. പകരം ഈ സാമ്പത്തിക മേധാവിത്വം പതിയെ പതിയെ ആരിലേക്ക് എത്തിച്ചേർന്നു? ആ ആയുധം വിറ്റ അമേരിക്കയിലേക്ക് പോവുകയാണ്. യൂറോപ്പിന്റെ സാമ്പത്തിക മേധാവിത്വം ദുർബലമായി. മറക്കില്ലല്ലോ, യുദ്ധത്തിന്റെ അനന്തരഫലങ്ങൾ എന്തൊക്കെ? ദശലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് ജീവഹാനി സംഭവിച്ചു. ഏറ്റവും കൂടുതൽ ആൾക്കാർ കൊല്ലപ്പെട്ടത് റഷ്യയിലാണ്. കൃഷി, വ്യവസായം, വാർത്താവിനിമയം തുടങ്ങിയ മേഖലകൾ തകർന്നടിഞ്ഞു. ദാരിദ്ര്യം, തൊഴിലില്ലായ്മ, നാണയപ്പെരുപ്പം എന്നിവ വർദ്ധിച്ചു. യൂറോപ്പിന്റെ സാമ്പത്തിക മേധാവിത്വം ദുർബലമായി മാറി. ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും സ്വാതന്ത്ര്യ സമരങ്ങൾ ശക്തിപ്പെട്ടു. ശക്തിപ്പെട്ടെന്നേ പറഞ്ഞോളൂ, സ്വാതന്ത്ര്യം കിട്ടി എന്ന് പറഞ്ഞില്ല. കാരണം ഇതേപോലെ ഒരേ സെന്റൻസ് നമ്മൾ രണ്ടാം ലോക മഹായുദ്ധത്തിലും പഠിക്കും. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അനന്തരഫലങ്ങളിൽ നമ്മൾ പഠിക്കുമ്പോൾ ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും കോളനികൾ സ്വാതന്ത്ര്യം നേടി എന്ന് പഠിക്കും. സ്വാതന്ത്ര്യം നേടി എന്ന് പഠിക്കും. പക്ഷെ ഇവിടെ പറയുന്നത് എന്താ? ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും സ്വാതന്ത്ര്യ സമരങ്ങൾ ശക്തിപ്പെട്ടു. ലോക സമാധാനം സംരക്ഷിക്കുന്നതിനായി സർവ്വരാജ്യ സഖ്യം എന്ന സംഘടന രൂപം കൊണ്ടു. ലീഗ് ഓഫ് നാഷൻസ് നമ്മൾ പ്രത്യേകിച്ച് പഠിക്കും. രണ്ട് ലോക മഹായുദ്ധം പഠിച്ചതിന് ശേഷം കേട്ടോ. അപ്പോ ലോക സമാധാനം സംരക്ഷിക്കുന്നതിനായി സർവ്വരാജ്യ സഖ്യം അഥവാ ലീഗ് ഓഫ് നാഷൻസ് എന്ന സംഘടന രൂപം കൊണ്ടു. മറക്കില്ലല്ലോ. സാമ്പത്തിക മാന്ദ്യം. ഒന്നാം ലോക മഹായുദ്ധാനന്തരം പതിയെ സാമ്പത്തിക ഉന്നതിയിലേക്ക് കൈപിടിച്ചുയർത്തിയ യൂറോപ്പിനെ ആകമാനം തകർത്ത സംഭവമായിരുന്നു സാമ്പത്തിക മാന്ദ്യം. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഒന്നാം ലോക മഹായുദ്ധാനന്തരം നമ്മുടെ യൂറോപ്പിന്റെ സാമ്പത്തിക മേധാവിത്വം ദുർബലമായതല്ലേ. യൂറോപ്പിലെ സാമ്പത്തിക മേധാവിത്വം ദുർബലമായെന്ന് പറയുമ്പോൾ ബ്രിട്ടനും ഫ്രാൻസിനും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് വിജയിച്ച രാജ്യങ്ങളാണെങ്കിൽ കൂടി അവർക്ക് ഒട്ടനവധി നാശനഷ്ടങ്ങൾ വന്നു. അവര് അത്യാവശ്യം സാമ്പത്തിക മേന്മയുള്ള അമേരിക്കയിൽ നിന്ന് ലോൺ മേടിച്ചു, വായ്പ മേടിച്ചു. ബ്രിട്ടനും ഫ്രാൻസും ഈവൻ ജർമ്മനിയും ഇറ്റലിയും ഒക്കെ അമേരിക്കയിൽ നിന്ന് വായ്പ മേടിച്ചു. അമേരിക്കയാണെങ്കിൽ വായ്പ ചോദിക്കുകയല്ലേ, തങ്ങൾക്ക് മേധാവിത്വം കിട്ടുന്ന കാഴ്ചപ്പാടല്ലേ, അവര് എന്ത് ചെയ്തു? കൊടുത്തുകൊണ്ടിരുന്നു. പക്ഷെ എന്ത് സംഭവിച്ചു? അമേരിക്കയില് സാമ്പത്തിക മാന്ദ്യം മലയിടിച്ചു. അമേരിക്കയിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് തകർന്നടിഞ്ഞു. അമേരിക്ക ഉള്ള കാഴ്ചക്ക് എന്ത് ചെയ്താ? വായ്പ കൊടുത്തിരിക്കുക. അപ്പൊ അമേരിക്ക തിരിച്ചു ചോദിക്കാൻ തുടങ്ങി. തിരിച്ചു ചോദിക്കാൻ തുടങ്ങി കാരണം എന്താ? അമേരിക്കയിൽ കാശില്ല. സ്റ്റോക്ക് എക്സ്ചേഞ്ച് തകർന്നടിഞ്ഞു എന്ന് പറഞ്ഞാൽ സാമ്പത്തികം തകർന്നടിഞ്ഞു എന്നാ. സാമ്പത്തിക അരക്ഷിതാവസ്ഥ ഉണ്ടായി. അമേരിക്ക തിരിച്ചു ചോദിച്ചപ്പോ യൂറോപ്പിലെ രാജ്യങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടോ? കൊടുക്കാൻ പറ്റുന്നില്ല. അവിടെയും സാമ്പത്തിക അടിയന്തരാവസ്ഥയിലേക്ക് കാര്യങ്ങൾ നയിച്ചു. ഇതാണ് ലോകത്തെ പിടിച്ചു കുലുക്കിയ 1929 സാമ്പത്തിക മാന്ദ്യം. നോക്കാം. ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ കെടുതി അനുഭവിക്കാത്ത ഒരേ ഒരു രാജ്യമായിരുന്നു അമേരിക്ക. യൂറോപ്പിലെ രാജ്യങ്ങൾ സാമ്പത്തികമായി ഒന്നാം ലോക മഹായുദ്ധാനന്തരം തകർന്നടിഞ്ഞപ്പോൾ ഒന്നാം ലോക മഹായുദ്ധത്തിലെ ഇരുചേരിക്കും, അതായത് സഖ്യകക്ഷിക്കായിക്കോട്ടെ, ത്രികക്ഷി സൗഹാർദ്ദത്തിനായിക്കോട്ടെ, ആയുധങ്ങൾ വിറ്റ് സമ്പന്നമായ രാജ്യമായിരുന്നു അമേരിക്ക. ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ കെടുതികൾ അനുഭവിക്കാത്ത രാജ്യമാണ് അമേരിക്ക. അമേരിക്ക യൂറോപ്യൻ രാജ്യങ്ങൾക്ക് വൻതോതിൽ വായ്പ നൽകി. അങ്ങനെ ലോകത്ത് ഏറ്റവും കൂടുതൽ കോളനികൾ ഉണ്ടായിരുന്ന ബ്രിട്ടൻ ആണല്ലോ. അതുകൊണ്ട് തന്നെ ലോകത്ത് ഏറ്റവും കൂടുതൽ വിനിമയം നടത്തിയിരുന്നത് ബ്രിട്ടീഷ് കറൻസി ആയ പൗണ്ട് ആയിരുന്നു. അങ്ങനെ ഒന്നാം ലോക മഹായുദ്ധാനന്തരം അമേരിക്ക ലോകരാജ്യങ്ങൾക്ക് ലോൺ കൊടുത്തപ്പോ അമേരിക്കൻ കറൻസിയായ ഡോളറിന് പ്രാധാന്യം കൈവന്നു. ബ്രിട്ടീഷ് പൗണ്ടിന് പകരം അമേരിക്കൻ ഡോളർ ആഗോള വിനിമയത്തിന്റെ അടിസ്ഥാനമായിട്ട് മാറി. അത് ഇന്നും തുടരുകയാണ് അല്ലെ. ഒന്നാം ലോക മഹായുദ്ധാനന്തരം സംഭവിച്ച കാര്യമാണ്. ഇന്നും അത് തുടരുകയാണ്. ന്യൂയോർക്ക് ഓഹരി കമ്പോളം തകർച്ച നേരിട്ടു. കാരണം അമേരിക്കയിൽ ഉണ്ടായിരുന്ന എല്ലാ കാശും ഒരിടത്ത് ലോൺ കൊടുക്കാം. കാരണം ഇതിലൂടെ മേധാവിത്വം നേടാലോ. പക്ഷേ അമേരിക്കയിലെ സാമ്പത്തിക സ്ഥിതിയെ ഈ വായ്പ കൊടുക്കുന്നത് ബാധിച്ചു. ഇപ്പൊ നമ്മൾ തന്നെ കയ്യിലുള്ള കാശൊക്കെ എടുത്ത് നമ്മൾ വായ്പ കൊടുക്കുകയാണ്. മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി ചിലവഴിക്കുകയാണെന്ന് വെക്കുക. നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കയ്യിൽ കാശുണ്ടാവോ? ഇല്ല. നമ്മൾ പ്രതിസന്ധിയിലാവൂലേ? ഇത് തന്നെ അവിടെ സംഭവിച്ചു. ന്യൂയോർക്ക് ഓഹരി കമ്പോള തകർച്ച. 1929 ഒക്ടോബർ 24 ഈ സംഭവം ഉണ്ടായത്. ഇതിനെ കറുത്ത വ്യാഴാഴ്ച എന്നാണ് ലോക സാമ്പത്തിക ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കറുത്ത വ്യാഴാഴ്ച എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു?
1929 സാമ്പത്തിക മാന്ദ്യം അഥവാ ന്യൂയോർക്ക് ഓഹരി കമ്പോള തകർച്ച. ഓക്കെ. അപ്പോ എന്താണ് സാമ്പത്തിക മാന്ദ്യം? ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ കെടുതി അനുഭവിക്കാത്ത രാജ്യമായിരുന്നു അമേരിക്ക. അമേരിക്ക മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ ഭാഗമായി സാമ്പത്തിക അരക്ഷിതാവസ്ഥയിലായ ബ്രിട്ടനും ഫ്രാൻസും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് വൻതോതിൽ വായ്പ നൽകി. ബ്രിട്ടീഷ് പൗണ്ടിന് പകരം അമേരിക്കൻ ഡോളർ ആഗോള വിനിമയത്തിന്റെ അടിസ്ഥാനമായി മാറ്റപ്പെട്ടു. അനിയന്ത്രിതമായി വായ്പ കൊടുത്തു, പക്ഷേ തിരിച്ചടവില്ലാത്തതുകൊണ്ട് അമേരിക്കയുടെ സ്ഥിതിയും വഷളായി. അങ്ങനെ ന്യൂയോർക്ക് ഓഹരി കമ്പോളം തകർച്ച നേരിട്ടു. 1929 ഒക്ടോബർ 24. ഈ ഒക്ടോബർ 24-നെ കറുത്ത വ്യാഴാഴ്ച എന്നാണ് വിശേഷിപ്പിക്കുക. സാമ്പത്തിക മാന്ദ്യത്തിന്റെ അനന്തരഫലങ്ങൾ. വ്യാവസായിക മാന്ദ്യമുണ്ടായി. ഒരിടത്തും വ്യവസായമില്ല. ഇനി വ്യവസായികള് ഉൽപ്പന്നം ഉണ്ടാക്കിയാൽ തന്നെ വാങ്ങാൻ ആളില്ല. കാരണം പട്ടിണിയുടെ മാറ്റാൻ കാശില്ല. പിന്നെയാണ് സാധനങ്ങൾ മേടിക്കുന്നത് അല്ലേ? അമേരിക്കയിൽ നിന്നെടുത്ത വായ്പകൾ തിരിച്ചടയ്ക്കുന്നതിൽ യൂറോപ്യൻ രാജ്യങ്ങൾ വീഴ്ച വരുത്തി. അതോടുകൂടി ബാങ്കുകൾ തകർന്നു തരിപ്പണമായി. പണപ്പെരുപ്പം വർദ്ധിച്ചു. തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും രൂക്ഷമായി. ഇതിനും വിജയിച്ചതും പരാജയപ്പെട്ടതുമായ രാജ്യങ്ങളിലെ ജനങ്ങൾക്ക് വിഷമമുണ്ടാക്കി. ദുരവസ്ഥയ്ക്ക് കാരണം ഒന്നാം ലോക മഹായുദ്ധവും അവിടുത്തെ ചെയ്തികളുമാണെന്നൊരു കാഴ്ചപ്പാടുണ്ടാക്കി. അതും എന്തിന് കാരണമായി? പരാജയപ്പെട്ട ജർമ്മനിയിലെ ജനങ്ങളുടെ വിദ്വേഷത്തിന് കാരണമായി. ഏതു വിധേനയും ബ്രിട്ടൻ, ഫ്രാൻസ്, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളെ തറ പറ്റിക്കണം എന്ന കാഴ്ചപ്പാടിലേക്ക് ജനങ്ങൾ തിരിയുകയാണ്. ഓക്കെ. തീവ്ര വംശീയ പ്രസ്ഥാനമാണ് ഒന്നാം ലോക മഹായുദ്ധത്തിന് കാരണമായത്. അതുതന്നെയാണ് രണ്ടാം ലോക മഹായുദ്ധത്തിന് കാരണമായത്. എങ്ങനെയും ശത്രുക്കളെ കീഴ്പ്പെടുത്തണം എന്ന ചിന്താഗതി ജർമ്മൻ ജനതയിൽ ഉണ്ടായി. അതുതന്നെയാണ് നാസിസവും അതുപോലെ തന്നെ ഫാസിസവും ശക്തി പ്രാപിക്കാൻ കാരണമായത്. നാസിസവും ഫാസിസവും പ്രത്യക്ഷത്തിൽ കമ്മ്യൂണിസ്റ്റ് ചിന്താഗതികൾക്കെതിരായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സാമ്പത്തിക മാന്ദ്യത്തിൽ നിന്ന് എങ്ങനെയും കരകയറാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന മുതലാളിത്ത രാജ്യങ്ങൾ ആദ്യ കാലഘട്ടത്ത് ഫാസിസത്തെയും നാസിസത്തെയും പിന്തുണയ്ക്കുകയായിരുന്നു എന്നത് യാഥാർത്ഥ്യവുമാണ്. ഫാസിസവും നാസിസവും വളരാൻ കാരണമായതും മുതലാളിത്ത രാജ്യങ്ങളായ ബ്രിട്ടൻ, ഫ്രാൻസ്, അമേരിക്ക എന്നിവയുടെ ചെയ്തികളാണ്. കാരണം കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങൾ വളർന്നാൽ അവിടെ മുതലാളിത്തത്തെ ചോദ്യം ചെയ്യപ്പെടും. മുതലാളിത്തത്തെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോഴുള്ള സാമ്പത്തിക മാന്ദ്യത്തിൽ കരകയറാൻ കഴിയില്ല തുടങ്ങിയ കാഴ്ചപ്പാടുകൾ മുതലാളിത്ത രാജ്യങ്ങൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവര് ഫാസിസവും നാസിസവും വളരുവാൻ ആഗ്രഹിച്ചു. പക്ഷേ ഫാസിസവും നാസിസവും മുതലാളിത്ത രാഷ്ട്രങ്ങൾക്കെതിരെയും തിരിഞ്ഞുകുത്തി എന്നത് യാഥാർത്ഥ്യമാണ്. അതാണ് രണ്ടാം ലോക മഹായുദ്ധത്തിന് കാരണമായത്. ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്താലോ? ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ അനന്തരഫലം എന്തൊക്കെ? ദശലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് ജീവഹാനി സംഭവിച്ചു. കൃഷി, വ്യവസായം, വാർത്താവിനിമയം തുടങ്ങിയ മേഖലകൾ തകർന്ന് തരിപ്പണമായി. ദാരിദ്ര്യം, തൊഴിലില്ലായ്മ, നാണയപ്പെരുപ്പം എന്നിവ വർദ്ധിച്ചു. യൂറോപ്പിന്റെ സാമ്പത്തിക മേധാവിത്വം ദുർബലമായി. ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും സ്വാതന്ത്ര്യ സമരങ്ങൾ ശക്തിപ്പെട്ടു. ലോക സമാധാനം സംരക്ഷിക്കുന്നതിനായി സർവരാഷ്ട്ര സഖ്യം എന്ന സംഘടന രൂപം കൊണ്ടു. സാമ്പത്തിക മാന്ദ്യം. ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ കെടുതി അനുഭവിക്കാത്ത രാജ്യമായിരുന്നു അമേരിക്ക. അമേരിക്ക മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് വൻതോതിൽ വായ്പ നൽകി. അങ്ങനെ ബ്രിട്ടീഷ് പൗണ്ടിന് പകരം അമേരിക്കൻ ഡോളർ ആഗോള വിനിമയത്തിന്റെ അടിസ്ഥാനമായി മാറി. ന്യൂയോർക്ക് ഓഹരി കമ്പോള തകർച്ചയുണ്ടായത് 1929 ഒക്ടോബർ 24. ഇതിനെ കറുത്ത വ്യാഴാഴ്ച എന്നാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയത്. സാമ്പത്തിക മാന്ദ്യത്തിന്റെ ഫലങ്ങൾ. വ്യാവസായിക മാന്ദ്യമുണ്ടായി. അമേരിക്കയിൽ നിന്നെടുത്ത വായ്പകൾ തിരിച്ചടയ്ക്കുന്നതിൽ യൂറോപ്യൻ രാജ്യങ്ങൾ വീഴ്ച വരുത്തിയത് ബാങ്കുകൾ തകർന്നു തരിപ്പണമാകാൻ കാരണമായി. പണപ്പെരുപ്പം വർദ്ധിച്ചു. തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും രൂക്ഷമായി. ഓക്കെ അല്ലേ? അപ്പോ ഒന്നാം ലോക മഹായുദ്ധം എങ്ങനെ ഉണ്ടായി എന്ന് നമ്മൾ പഠിച്ചു. ആ ഒന്നാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടാനുണ്ടായ സാഹചര്യങ്ങളും ഒന്നാം ലോക മഹായുദ്ധത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചതെന്നും അതിന്റെ അനന്തരഫലങ്ങളുമാണ് ഈ ക്ലാസ്സിലൂടെ പഠിച്ചുറപ്പിച്ചത്. അപ്പൊ കഴിഞ്ഞ ഈ ക്ലാസ്സും തൊട്ട് മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ ഒന്നാം ലോക മഹായുദ്ധം, കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ മുന്നൊരുക്കമായി കണക്കാക്കുന്ന പ്രധാന പ്രതിസന്ധികളും തീവ്ര വംശീയ പ്രസ്ഥാനങ്ങളും പഠിച്ചു. ഇന്ന് ഒന്നാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടാനുണ്ടായ കാരണങ്ങളും അതിന്റെ അനന്തരഫലങ്ങളും ഇത്രയും കൃത്യമായി പഠിച്ചു വരിക. ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചു ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ അനന്തരഫലങ്ങളിൽ ഏറ്റവും പ്രധാനം സാമ്പത്തിക മാന്ദ്യമായിരുന്നു. ലോകത്തെ വിജയിച്ച രാജ്യങ്ങളായിക്കോട്ടെ, പരാജയപ്പെട്ട രാജ്യങ്ങളായിക്കോട്ടെ, സാമ്പത്തിക അരക്ഷിതാവസ്ഥയിൽ നിൽക്കുകയാണ്. അതിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് വിരോധമുണ്ടായിരുന്നത്, മറ്റ് രാജ്യങ്ങളോട് വിരോധമുണ്ടായിരുന്നത് ജർമ്മനിയിലെയും ഇറ്റലിയിലെയും ജനങ്ങൾക്കാണ്. അവരുടെ നേതൃത്വത്തിൽ മറ്റ് രാജ്യങ്ങളെ എങ്ങനെയും പരാജയപ്പെടുത്തണം, എങ്ങനെയും തങ്ങളുടെ കൾക്കീഴിൽ കൊണ്ടുവരണം എന്ന കാഴ്ചപ്പാടിലേക്ക് പോകുന്നു.
അങ്ങനെയാണ് നാസിസവും, ഫാസിസവും പ്രചാരം കൈവരിക്കുക. അതേക്കുറിച്ചാണ് നമ്മൾ ഇനി അടുത്ത ക്ലാസ്സിൽ പഠിച്ചുറപ്പിക്കുക. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും കൃത്യമായി പഠിച്ചു വരിക. അടുത്ത ക്ലാസ്സിൽ നാസിസവും, ഫാസിസവും നമുക്ക് പഠിച്ചുറപ്പിക്കാം. ബൈ.